പള്ളികളിൽ പാടാറുണ്ടായിരുന്ന അമ്മയുടെ സംഗീത പാരമ്പര്യവും പേറി 10ാം വയസ്സിൽ വയലിൻ പഠിച്ചു തുടങ്ങിയ സംഗീത ജീവിതം. ഇന്ത്യയിലെ പ്രമുഖ കമ്പോസർമാരുടെ ഓർക്കസ്ട്രകളിൽ അക്കോർഡിയൻ വാദകനായും കീബോർഡിസ്റ്റായും പ്രവർത്തിച്ച ജോയിക്ക് MS വിശ്വനാഥനാണ് സിനിമാ ലോകത്തിലേക്കുള്ള വഴി തുറന്നത്. 18 വയസ്സിൽ MS വിശ്വനാഥനൊപ്പം ചേർന്ന അദ്ദേഹം 500-ലധികം സിനിമകൾക്ക് സഹായിയായി പ്രവർത്തിച്ചു. കൂടാതെ KV മഹാദേവന്റെ സംഗീത സംവിധാന സഹായിയും ജോയിയായിരുന്നു. നൌഷാദ്, ലക്ഷ്മികാന്ത് പ്യാരലാൽ, മദൻ മോഹൻ, ബാപ്പി ലാഹിരി, RD ബർമൻ തുടങ്ങിയ സംഗീത ഇതിഹാസങ്ങളോടൊപ്പം ഇദ്ദേഹം പ്രവർത്തിച്ചിട്ടുണ്ട്. RD ബർമൻ, SD ബർമൻ തുടങ്ങി ബോളിവുഡിലെ അനന്യ സംഗീത പ്രതിഭകളുമായുള്ള പരിചയത്തിൽ ലഭിച്ച അറിവ് ജോയ് മലയാളത്തിൽ പ്രയോജനപ്പെടുത്തുകയായിരുന്നു. ചലച്ചിത്ര ഗാനങ്ങളിൽ തന്റേതായ കയ്യൊപ്പ് ചാർത്തി വിടവാങ്ങിയ സിനിമാ സംഗീത സംവിധായകൻ KJ ജോയ് അനശ്വരമാക്കിയ ഗാനങ്ങൾ ഏറെ. പ്രേമഗാനം പാടിവാ സ്വർണ്ണമീനിന്റെ ചേലത്ത കണ്ണാടേ എന്റെ രോമാഞ്ചമായി മുന്നിൽ വാ. തെച്ചിപ്പൂവേ മിഴി തുറക്കൂ, ചൂടും നാണം കള്ളനാണം. 4ാം ചാപ്പ് കണ്ടത് കാലത്തോ പോയാണ്ട് മഴയത്തോ. പാട്ടിനനുസരിച്ച് ട്യൂൺ ചെയ്തിരുന്നിടത്ത് നിന്ന് ട്യൂണിനനുസരിച്ച് പാട്ട് എഴുതുന്നതും ജോയ് തുടങ്ങി വെച്ചതാണ്. അതേപോലെ തന്നെ ഹാർമോണിയം ഉപയോഗിച്ച് ഗാനങ്ങൾക്ക് ഈണം പകർന്നിരുന്നവരിൽ നിന്ന് വ്യത്യസ്തനായി കീബോർഡ് ഉപയോഗിച്ച് ഈണം തിട്ടപ്പെടുത്താനും തുടങ്ങി. ദക്ഷിണേന്ത്യൻ സിനിമാ സംഗീതത്തിൽ ആദ്യമായി കീബോർഡ് ഉപയോഗിച്ചതിലൂടെയാണ് ചലച്ചിത്ര ഗാന ലോകത്തെ ആദ്യ ടെക്നോ മ്യൂസിഷ്യൻ എന്ന വിശേഷണം അദ്ദേഹത്തിന് വന്നത്. 1975-ൽ ലവ് ലെറ്റർ എന്ന ചിത്രത്തിലൂടെയാണ് സ്വതന്ത്ര സംഗീത സംവിധായകനായി ജോയ് എത്തുന്നത്. ഈ സിനിമയിലെ ദുഃഖിതരെ, സ്വർണമാലകൾ എന്നീ 2 പാട്ടുകൾക്ക് വരികൾ എഴുതിയിരിക്കുന്നത് സത്യൻ അന്തിക്കാടാണ്. ഇന്നാൾ വരെയുള്ള ഏറ്റവും മനോഹരമായ ക്രിസ്മസ് ഗാനത്തിന്റെ വക്താവ് ചിലപ്പോൾ ജോയ് ആയേക്കും. സായുജ്യം എന്ന ചിത്രത്തിലെ ജോയ് സംഗീത സംവിധാനം നിർവഹിച്ച കാലിത്തൊഴുത്തിൽ പിറന്നവനെ എന്ന് തുടങ്ങുന്ന ഗാനത്തെ വെല്ലുന്ന തരത്തിലുള്ള ക്രിസ്മസ് ഗാനം ഇല്ലെന്ന് തന്നെ പറയാം. ആത്മസുഹൃത്തായിരുന്ന ജയനെ ആദ്യമായി സംവിധായകൻ ജെസിക്ക് പരിചയപ്പെടുത്തിയത് ജോയ് ആയിരുന്നു. പിന്നീട് ജയൻ കാലഘട്ടത്തെ സിനിമയിൽ അടയാളപ്പെടുത്തുന്നത് KJ ജോയിയുടെ പാട്ടുകളാണ്. ജയൻ എന്ന നടൻ സ്റ്റൈലിഷായി അഭിനയിച്ചു തകർത്ത ഈ പാട്ടുകൾ ഇന്നും ആരും മൂളിപ്പോകുന്നതാണ്. 65 ചിത്രങ്ങളിൽ സംഗീത സംവിധാനം നിർവഹിച്ച ജോയ് ബോയിങ് ബോയിങ്, പറയാനും വയ്യ, പറയാതിരിക്കാനും വയ്യ, അരം പ്ലസ് അരം കിന്നരം, ആരംഭം, ചക്കിക്കൊത്ത ചങ്കരൻ, ക്രൈംബ്രാഞ്ച് എന്നീ ചിത്രങ്ങളിൽ പശ്ചാത്തല സംഗീതവും നിർവഹിച്ചിട്ടുണ്ട്. ബോയിങ് ബോയിങ്, അരം പ്ലസ് അരം കിന്നരം തുടങ്ങിയ ചിത്രങ്ങളിലെ BGM ഒക്കെ ഇപ്പോഴും സോഷ്യൽ മീഡിയയിൽ നിറഞ്ഞു നിൽക്കുന്നതാണ്. അനുഭൂതികളുടെ ലോകത്തിലേക്ക് നമ്മളെ കൈപിടിച്ച് നടത്തുന്ന ഒരുപാട് ഗാനങ്ങൾ സമ്മാനിച്ചാണ് ജോയ് വിട പറയുന്നത്.